പുതിയ മെട്രാഷ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാം. വളരെ ഉപകാരപ്പെടും, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ മെട്രാഷ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡെലിഗേഷൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡെലിഗേഷൻസ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 6 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ 2 ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ റിലേറ്റീവ് രജിസ്ട്രേഷൻ, രണ്ടാമത്തത് പേഴ്സണൽ ഡെലിഗേഷൻ. ഇതിൽ പേഴ്സണൽ ഡെലിഗേഷൻ നമുക്ക് വളരെ ഉപകാരപ്പെടും. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡെലിഗേറ്റ് ആയിട്ട് നമ്മൾ പുറത്തു നിന്ന് ഒരാളെ, ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഒരാൾ, അതായത് നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും, നമ്മളെ പരിചയക്കാർ, ഇതിലേതെങ്കിലും ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ഡെലിഗേറ്റ് ആയിട്ട് ആഡ് ചെയ്തിടാം. അതായത് നമ്മളെ സർവീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പേഴ്സണൽ ഡെലിഗേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരുടെ ID നമ്പർ ഉപയോഗിച്ച്, റെസിഡൻസ് പെർമിറ്റുള്ള ആളായിരിക്കും കേട്ടോ, അങ്ങനെ അവരുടെ ID നമ്പർ ഉപയോഗിച്ച് നമ്മൾ പേഴ്സണൽ ഡെലിഗേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാലും അതിൽ കുറച്ച് മെട്രാഷ് ആപ്പിൽ കുറച്ച് സർവീസുകൾ പറയുന്നു. ഇപ്പോൾ റെസിഡൻസ് റിന്യൂ ചെയ്യാനുള്ള സർവീസ്, അതുപോലെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻ അടക്കാനുള്ള സർവീസ്, അതുപോലെ തന്നെ വിസയുമായിട്ട് ബന്ധപ്പെട്ട ചില സർവീസുകൾ, ഇത്തരം സർവീസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ ചുമതലപ്പെടുത്തുകയാണ്. ഡെലിഗേറ്റ് ആയിട്ട് നമ്മളൊരാളെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഡെലിഗേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു പേഴ്സണൽ ഡെലിഗേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പുറത്തു നിന്ന് ഒരാളെ നമുക്ക് അങ്ങനെ പേഴ്സണൽ ഡെലിഗേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തിടാം നമ്മുടെ സർവീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഇതാണ് പേഴ്സണൽ ഡെലിഗേഷൻ, വളരെ ഉപകാരപ്രദമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് കേട്ടോ. അതായത് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ്, ഒരു 6 മാസത്തേക്ക്, ഒരു വർഷത്തേക്ക്, ഇങ്ങനെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നമുക്ക് ഈ പേഴ്സണൽ ഡെലിഗേഷൻ്റെ ഒരാളെ ചുമതലപ്പെടുത്താൻ സാധിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് റിലേറ്റീവ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പോൺസർഷിപ്പിലുള്ള ആളുകൾ, ഇപ്പോൾ വൈഫ് അല്ലെങ്കിൽ മക്കൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അവരെ നമുക്ക് എന്ത് ചെയ്യുക, അവരുടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മളെ പേരിൽ നമ്മുടെ ID നമ്പറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ ആ മെട്രാഷിൽ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ 2, 3 നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ നമ്പറൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ ഓരോ നമ്പറിലും എന്ത് ചെയ്യാം, നമുക്ക് ഓരോരുത്തരെയും എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിടാം. ഇനി നമുക്ക് ഒറ്റ നമ്പറുള്ളൂ, ഒരു മൊബൈൽ നമ്പർ നമ്മളെ പേരിലുള്ളൂ എങ്കിൽ ആ ഒരു മൊബൈൽ നമ്പറിൽ നമ്മളെ ഭാര്യനെ, കുട്ടികളൊക്കെ എന്ത് ചെയ്യാം, ഓരോരുത്തരെയും എല്ലാവരെയും ഒറ്റ മൊബൈൽ നമ്പറിലും എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് റിലേറ്റീവ് രജിസ്ട്രേഷനിലൂടെ രജിസ്റ്റർ ചെയ്തിടുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വൈഫിൻ്റെ മൊബൈലിൽ എന്ത് ചെയ്യുക, നമുക്ക് മെട്രാഷ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ കുട്ടികളുടെ മൊബൈലാണെങ്കിൽ കുട്ടികളുടെ മൊബൈലും അവരുടെ പേരിൽ അവരുടെ ID നമ്പർ ഉപയോഗിച്ച് മറ്റൊരു മെട്രാഷ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അവർക്ക് വേറൊരു സിം കാർഡ് എടുത്ത് അവരുടെ ID നമ്പറിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ മെട്രാഷ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അത് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.